സോ ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫോണോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ഐഡിയൽ ബോസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു എക്സാമ്പിളാണ്. ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നതാണ് എന്ത് ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പോർഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, നമ്മൾ മറന്നുപോയതാണ്. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ പിന്നാലെ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോനോൺസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ഓക്കെ, ഫോനോൺസിനെ പറ്റിയ ഡിസ്കഷൻ ആണ്. എന്താണ് ഫോനോൺസ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്, അതായത് സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് എങ്ങനെയാണ് വരുന്നത്, സി വി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്തത്. സോ ബ്ലാക്ക് ബോർഡിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് ബോസിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നതാണ് തെർമോഡൈനാമിക്സ് ഓഫ് സോളിഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എങ്ങനെയാണ് സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതേപോലെ തന്നെ സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ നമ്മൾ ചെയ്തത് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ വേവ് ഇൻസൈഡ് റേഡിയേഷൻ ക്യാവിറ്റീനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള വേവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ബ്ലാക്ക് ബോഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതെന്തായിരുന്നു, ഇ എം വേവ്സ് ആയിരുന്നു. ഓക്കെ, അത് ഇ എം വേവ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റോർഷൻ ഓഫ് ലാറ്റിസിന്റെ ഡിസ്റ്റോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാറ്റിസിന്റെ ഡിസ്റ്റോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ആറ്റംസ് ഒക്കെ എന്തായിരിക്കും, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ x0 എന്ന് പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്നതായിരിക്കും. അതിന് എന്തെങ്കിലും ടെമ്പറേച്ചർ കൊടുക്കുക, നമ്മൾ എന്തെങ്കിലും എനർജി കൊടുക്കുമ്പോൾ ചെയ്യും അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, വൈബ്രേഷൻ നടത്തും. ഓക്കെ, ആ വൈബ്രേഷൻ അടുത്ത ആറ്റത്തിന് പാസ് ചെയ്യും, ആ വൈബ്രേഷൻ അടുത്ത ആറ്റത്തിന് പാസ് ചെയ്യും, ആ വൈബ്രേഷൻ അടുത്ത ആറ്റത്തിന് പാസ് ചെയ്യും. അത് എന്ത് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതിനാണ് നമ്മൾ വിളിക്കുക ഡിസ്റ്റോർഷൻ ഓഫ് ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, ആ വൈബ്രേഷൻ ഓഫ് ലാറ്റിസിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ ഓഫ് ലാറ്റിസ് വിളിക്കുക. സോ അതിനാണ് നമ്മൾ വിളിക്കുക, നമ്മൾ സൗണ്ട് വേവ് എന്ന് വിളിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ വിളിക്കുക സൗണ്ട് വേവ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഫോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഫോട്ടോൺസ് ആർ ദി വൈബ്രേഷൻ മോഡ്സ് ഓഫ് ഇ എം ഫീൽഡ് കൊണ്ട്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ക്വാണ്ടൈനാണ് നമ്മൾ വിളിച്ചത്, പാക്കറ്റ്സ് ഓഫ് എനർജീസിനെ നമ്മൾ വിളിച്ചത് നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാക്കറ്റ്സ് ഓഫ് എനർജി കൊണ്ടുവന്ന പാക്കറ്റ്സ് ഓഫ് എനർജി ഉണ്ടല്ലോ, ആ പാക്കറ്റ്സ് ഓഫ് എനർജി നമ്മൾ വിളിച്ചത് ഫോട്ടോൺസ് എന്ന് വിളിച്ചത്. വൈബ്രേഷൻ മോഡ്സ് ഓഫ് സോളിഡ് ക്വാണ്ട, അതായത് ഈ സൗണ്ട് വേവ്സിന്റെ ക്വാണ്ട അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജീസ് നമ്മൾ വിളിക്കുക, നമ്മൾ ഫോനോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാക്കറ്റ്സ് ഓഫ് എനർജി നമ്മൾ ഫോട്ടോൺസ് എന്നും, സൗണ്ട് വേവ്സിന്റെ അല്ലെങ്കിൽ സോളിഡ്സിന്റെ വൈബ്രേഷൻ, ലാറ്റിസിന്റെ ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്ന വൈബ്രേഷൻ, ആ വൈബ്രേഷൻ മോഡ്സിന്റെ ക്വാണ്ട അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജി നമ്മൾ വിളിക്കുക, നമ്മൾ ഫോനോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ഫോട്ടോൺസും ഫോനോൺസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആൻഡ് ഫോട്ടോൺസിന്റെ കേസിലാണെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഫോനോൺസിന്റെ കേസിലാണെങ്കിൽ അവിടെ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അവിടെ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് എന്തുണ്ടാവുക, അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫോട്ടോൺസും ഫോനോൺസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമോഡൈനാമിക്സ് ഓഫ് സോളിഡിന്റെ തെർമോഡൈനാമിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് തെർമോഡൈനാമിക്സ് ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ഹീറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ എ സിസ്റ്റം ഓഫ് n ആറ്റംസ് ഉള്ള ഒരു സിസ്റ്റംസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, n ആറ്റംസ് ഉള്ള സിസ്റ്റം കൺസിഡർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ആറ്റംസ് ഒക്കെ ഒരു സ്പ്രിംഗ് പോലെ ഒരു സാധനമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് K വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഈ ആറ്റംസിന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഈ സ്പ്രിംഗ് വഴി എന്ത് ചെയ്യും, അടുത്ത ആറ്റത്തിലെത്തും, അതിന്റെ വൈബ്രേഷൻ അടുത്ത ആറ്റത്തിലെത്തും, അതിന്റെ വൈബ്രേഷൻ അടുത്ത ആറ്റത്തിൽ, അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആക്ച്വലി നമുക്ക് ഇതേ എക്സാമ്പിൾ നമുക്ക് സോളിഡിൽ നമുക്ക് തേർഡ് സെമ്മിൽ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക് ഹീറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സോളിഡിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റോർഷൻ സംഭവിക്കണം, അല്ലെങ്കിൽ സോളിഡ്സിൽ എന്ത് സംഭവിക്കുന്നത്, വൈബ്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഇതിന്റെ ഹാമിൽട്ടോണിയൻ ആണ്. ഹാമിൽട്ടോണിയൻ ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റിൽ ആദ്യം പൊട്ടൻഷ്യൽ എനർജി എടുത്തു, പിന്നെ അതിന്റെ ടൈലർ എക്സ്പാൻഷൻ നടത്തി, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊരു എന്താ പറയുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണ്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ മതി, നമുക്ക് അതിന് ഡയറക്റ്റ് ഹാമിൽട്ടോണിയൻ എഴുതിയിട്ട് അതിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, സോ ദി ഹാമിൽട്ടോണിയൻ ഓഫ് സച്ച് എ സിസ്റ്റം, അതായത് ഒരു n ആറ്റംസ് ഉള്ള വൈബ്രേഷൻ നടത്തുന്ന ഒരു n ആറ്റംസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഹാമിൽട്ടോണിയൻ H will be is equal to 50 plus summation over I 1/2 m qi dot square plus omega I qi square.
ഓക്കെ. സോ ഇതാണ് എന്ത് വരിക, ഹാമിൽട്ടോണിയൻ ഓഫ് സച്ച് സിസ്റ്റം വരിക. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം, നമുക്ക് 1 കൊടുക്കാം. ഇവിടെ ഒമേഗ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ കോമ്പതിലുള്ള എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി, ഒമേഗ 1 ഒമേഗ 2 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ആണ്. ഓക്കെ. ഇതിൽ ഈ ടേം ഈ 1/2 m ഇൻറ്റു ക്യു ഐ ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ ഐ ക്യു ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദിസ് ഈസ് ദി എനർജി ഓഫ് 3n dimension ഹാർമോണിക് ഓസിലേറ്റർ. ഒരു 3n dimension ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ആണ് ഈ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കിടക്കുന്നത്. ഈ ഫസ്റ്റ് ടേം 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജി ആണ്, മിനിമം പൊട്ടൻഷ്യൽ എനർജി ആണ് വരുന്നത്. ഓക്കെ. സോ ഹാമിൽട്ടോണിയൻ ഈ ഇക്വേഷൻ നേരിട്ട് പഠിക്കുക, അതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല ആക്ച്വലി. So H is equal to 50 plus half m qi dot square plus omega I qi square. Omega I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the characteristic frequency. Okay. So ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്ത് വരും, ഇതിന്റെ ഐഗൺ വാല്യൂസ് നമുക്ക് ENI എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ it will be equal to 50ന്റെ ഐഗൺ വാല്യൂസ് 50 തന്നെ വരും. Now ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു എനർജി ഓഫ് 3n dimension ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജിയാണ് കിടക്കുന്നത്. അതിന്റെ ഐഗൺ വാല്യൂ നമുക്കറിയാം. അതിന്റെ ഐഗൺ വാല്യൂ എന്താണ്, it is summation I is equal to 3n number of modes of vibration and I 1 to 3n കൊടുത്തത്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്, it is ni plus half h cross omega അല്ലെ, n plus half h cross omega ആണ് എന്ത് വരുന്നത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എന്താ പറയാ ഐഗൺ വാല്യൂസ് വരിക. സോ ഇതിന്റെ ഐഗൺ വാല്യൂ തോന്നുന്നു n plus half h cross omega ആയി വന്നു. 50 തന്നെ കൊടുത്തു. ഓക്കെ. നമുക്ക് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതാം. ആക്ച്വലി നമ്മളിത് ബ്ലാക്ക് ബോർഡിൽ ചെയ്തിട്ടുള്ള ഏകദേശം സെയിം സ്റ്റെപ്പ് തന്നെ. അവിടെ നമ്മൾ എനർജി കണ്ടുപിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ കൊടുത്തു, എന്നിട്ട് സോൾവ് ചെയ്തത്. ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ സീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഇ റൈസ് ടു മൈനസ് ബീറ്റ ഇ മൈനസ് ആൽഫ എൻ. ഇതാണ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ വരിക. പക്ഷേ ഫോർ സച്ച് എ സിസ്റ്റം നമ്മൾ ബ്ലാക്ക് ബോർഡിൽ പറഞ്ഞിരുന്നു, ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു 0 കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ നമ്മൾ വരും ആൽഫ ഇസ് ഈക്വൽ ടു 0 വരും. കാരണം വെച്ചാൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഫനെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ തേർഡ് ചാപ്റ്ററിലോ മറ്റാണ് നമ്മൾ ആൽഫനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ്രാഞ്ചെ മൾട്ടിപ്ലയറിൽ അങ്ങനെ കൊടുത്തിരുമ്പോഴാണ് ആൽഫ കയറി വന്നത്. അതായത് എന്നെ കോൺസ്റ്റന്റ് ആവുന്ന കേസിലാണ് എന്ത് വരിക, ആൽഫ വരിക. ഓക്കെ. പക്ഷേ ഇവിടെ എന്നെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ആൽഫ 0 ആയിട്ട് പോകും. സോ ആൽഫ 0 ആയിട്ട് കൊടുക്കാം. സോ സീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ബീറ്റ ഇ. ഓക്കെ. സമ്മേഷൻ ഉണ്ട് ആക്ച്വലി, സമ്മേഷൻ ഇ റൈസ് ടു മൈനസ് ബീറ്റ ഇ വരും. ഓക്കെ. നമുക്ക് എനർജിയുടെ വാല്യൂ കൊടുക്കാം. എനർജിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും സീറ്റ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ആണ്, സമ്മേഷൻ ഓവർ എൻ. സോ സമ്മേഷൻ ഓവർ നമ്മളിവിടെ എൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ ആണ് അല്ലെ, സമ്മേഷൻ ഓവർ എൻ ഐ ആണ്. സോ സമ്മേഷൻ ഓവർ എൻ ഐ ഇറ്റ് ഈക്വൽ ടു 0 to infinity exponential minus beta e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ്. സോ 50 പ്ലസ് സമ്മേഷൻ ഓവർ I is equal to 1 to 3n ni plus half h cross omega I. Okay, h cross omega I. So which will be equal to, നമുക്ക് സമ്മേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ വരും സമ്മേഷൻ ni is equal to 0 to infinity e raised to minus beta 50 പിന്നെ എന്ത് വരും മൈനസ് ബീറ്റ ഇൻറ്റു സമ്മേഷൻ I is equal to 1 to 3n ni plus half h cross omega I. ഓക്കെ. ഈ രീതിയിലാണ് വരിക. ഓക്കെ. നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. സ്വിച്ച് ബി ഇസ് ഈക്വൽ ടു ഈ ടേമിൽ ni വരുന്നില്ല, സോ എക്സ്പോണൻഷ്യൽ നമുക്ക് പുറത്ത് എടുക്കാം. സോ ഇ റൈസ് ടു മൈനസ് ബീറ്റ 50 നമ്മൾ പുറത്ത് എടുത്തു. ദെൻ എന്ത് വരും, ദെൻ ഈ സമ്മേഷൻ വന്നു. സോ സമ്മേഷൻ ni is equal to 0 to infinity. ഇനി നെക്സ്റ്റ് ടേം നോക്കാം. നെക്സ്റ്റ് ടേമിൽ എന്താ വരിക, നെക്സ്റ്റ് ടൈമിൽ എക്സ്പോണൻഷ്യൽ റേസ് ടു സമ്മേഷൻ വരിക. എക്സ്പോണൻഷ്യൽ ഓഫ് സം ആണ് വരിക. ഓക്കെ. എക്സ്പോണൻഷ്യൽ ഓഫ് സം ആണ് വരിക. ഒന്ന് എഴുതി നോക്കാം. ഇ റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ I is equal to 1 to 3n ni plus half h cross omega I. Okay. So ഈ ടേം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്, എക്സ്പോണൻഷ്യൽ ഓഫ് സമ്മേഷൻ ആണ് വരുന്നത്. ഓക്കെ. നൗ എക്സ്പോണൻഷ്യൽ ഓഫ് എ സമ്മേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് എക്സ്പോണൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ.
exponent of summation, exponential of summation നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, product of exponents ആയിട്ട് മാറ്റാൻ പറ്റും. So this equation can be rewritten as, equation നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ആദ്യത്തെ ടേം അതേപോലെ തന്നെ വന്നു, that is e raised to minus beta phi 0 നമ്മൾ അതേപോലെ തന്നെ കൊടുത്തു. now എന്താണ് നമുക്ക് എടുക്കാം, സമ്മേഷൻ അതേപോലെ തന്നെ വന്നു, സമ്മേഷൻ ni is equal to 0 to infinity. now exponential of sum നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്ന പറഞ്ഞാൽ product of exponents. so product വരുമ്പോൾ pi വന്നു, pi I is equal to 1 to 3n, pi I equal to 1 to 3 അല്ലെ, 1 to 3n ആണ് വരുന്നത് exponent. so e raised to minus beta ni plus half h cut omega I. okay, so exponential of a sum നെ നമ്മൾ എങ്ങനെ മാറ്റി, product of exponents ആയിട്ട് മാറ്റി. okay, അതൊരു റൂൾ ആണ്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റും ഈ സമ്മേഷൻ നമുക്ക് തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. സോ e raised to minus beta phi 0 into ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് എഴുതി i is equal to 1 to 3n, പിന്നെ സമ്മേഷൻ കൊടുത്തു ni is equal to 0 to infinity. now exponential കൊടുക്കുക e raised to minus beta ni plus half h cut omega I. okay, now എന്ത് കൊടുക്കുക, ഈ ni ക്ക് ഓരോ വാല്യൂസ് കൊടുക്കുക, 0 1 2 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുക്കുക. so which will be is equal to ആദ്യം e raised to minus beta phi 0 ഉണ്ട്. now product I is equal to 1 to 3n ഉണ്ട്. now ആദ്യം ni ക്ക് 0 കൊടുക്കുക, ni ക്ക് 0 കൊടുത്താൽ ഇവിടെ 0 വരും. so minus beta 1 by 2 h cut omega വരും. so e raised to minus 1 by 2 beta h cut omega വരും. okay, beta h cut omega വരും പ്ലസ് സെക്കൻഡ് ടേം എന്ത് വരും, സെക്കൻഡ് ടേം ni is equal to 2 കൊടുത്തു, i ഇവിടെ omega I. okay, സെക്കൻഡ് ടേം എന്ത് കൊടുത്തു, ni ക്ക് നമ്മൾ 1 കൊടുത്തു, ni ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് n പ്ലസ് ഹാഫ് ബ്രാക്കറ്റിലാണ്. so 1 plus 1 by 2, 1 plus 1 by 2 ആണ് 3 by 2 വരും. so e raised to minus 3 by 2 beta h cut omega I. similarly 2 കൊടുത്തു കഴിഞ്ഞാൽ e raised to minus 5 by 2 beta h cut omega I plus etc. okay, ആ രീതിയിൽ വരും. okay, now this can be written as e raised to minus beta phi 0 minus beta phi 0 പിന്നെ product of I is equal to 1 to 3n. now ഈ ടേം നോക്കാം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, this is a GP അല്ലെ, ഒരു geometric progression ആണ് with first term e raised to minus 1 by 2 beta h cut omega I and sum നമുക്കറിയാം GP യുടെ എന്താണ് a divided by 1 minus r ആണ്. so first term എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ് വരിക. so e raised to minus 1 by 2 beta h cut omega I divided by 1 minus r. r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്, കോമൺ റേഷ്യോ എന്ത് വരും, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും e raised to minus beta h cut omega I വരും. okay, e raised to minus beta h cut omega I വരും. okay, e raised to minus beta h cut omega I വരും. okay, now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, now നമുക്ക് ലോഗ് എടുക്കാം, രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കാം, കാരണം ലോഗ് സീറ്റ ആണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഒരു ടേം വരിക. ഇപ്പോൾ സീറ്റ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. സോ ലോഗ് സീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിപ്പോൾ ലോഗ് സീറ്റ എന്ത് വരും, രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കുക. സോ ലോഗ് എടുത്താൽ ഇവിടെ a ഇൻറ്റു ബി ഫോമാറ്റാണ്. സോ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് a പ്ലസ് ബി വരും. സോ ഇതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്പോണൻഷ്യൽ ആണ്, ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ പോകും. സോ ഈ ടേം മാത്രം വരും. സോ മൈനസ് ബീറ്റ phi 0 വരും ഫസ്റ്റ് ടേം, പ്ലസ് സെക്കൻഡ് ടേം വരുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഈ ടേംസ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഈ ടേംസ് ആണ്. സോ ലോഗ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും, സമ്മേഷൻ ആയിട്ട് മാറും അല്ലെ, സമ്മേഷൻ ആയിട്ട് മാറും. സോ ആ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറി, സമ്മേഷൻ ആയിട്ട് മാറി. ബേസിക്കലി 1 to 3n, ദെൻ ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ minus 1 by 2 beta h cut omega I divided by 1 minus e raised to minus beta h cut omega I വന്നു. okay, so which can be written as first term minus beta phi 0 തന്നെ plus now log a by b പറഞ്ഞു കഴിഞ്ഞാൽ log a minus log b ആണ്, log a minus log b ആണ്.
log a minus log b വരും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ത് വരും? സോ സമ്മേഷൻ I is equal to 1 to 3n. log a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log of exponential വരും. സോ എക്സ്പോണൻഷ്യൽ പോകും. സോ ബാക്കി എന്തുണ്ടാവുള്ളൂ? സോ ബാക്കി 1/2. സോ ബാക്കി 1/2 ബീറ്റ h കട്ട് ഒമേഗ ആയി വരും അല്ലേ? ബാക്കി 1/2 ബീറ്റ h കട്ട് ഒമേഗ ആയി വരും. ആൻഡ് മൈനസ് ഉണ്ട് അല്ലേ? ഈ മൈനസ് വരും ഇവിടെ, ഈ മൈനസ് ഇവിടെ വന്നു. പ്ലസ് സമ്മേഷൻ I is equal to 1 to 3n പ്ലസ് അല്ല മൈനസ് log a by b പറഞ്ഞു കഴിഞ്ഞാൽ a മൈനസ് b ആണല്ലോ. സോ സമ്മേഷൻ is equal to log 1 മൈനസ് ഈ ടേം വന്നു e raised to minus beta h cut omega I. okay omega I log a by b. okay കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, പ്രശ്നമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇന്റേണൽ എനർജി u കണ്ടുപിടിക്കാം. u is equal to minus dou by dou beta of log theta. ആണ്. so which will be equal to ഫസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ എന്ത് പോകും? ഒരു മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് ആവും. ബീറ്റനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീറ്റ പോകും. സോ ഫസ്റ്റ് ടേമിൽ എന്ത് ബാക്കി ഉണ്ടാവുള്ളൂ? 5 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ടേം നോക്കുകയാണെങ്കിൽ അഗൈൻ മൈനസ് പ്ലസ് ആയിട്ട് പോകും. മൈനസ് പ്ലസ് ആയിട്ട് പോകും. ഓക്കെ, അഗൈൻ മൈനസ് പ്ലസ് ആയിട്ട് പോകും. ബാക്കി എന്ത് വരും? സമ്മേഷൻ I is equal to 1 to 3n. സമ്മേഷൻ I is equal to 1 to 3n. Now ഇതിലും ഒരൊറ്റ ബീറ്റ ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബാക്കി എന്ത് വരും? ആ ബീറ്റിന് ഡിഫറൻഷ്യൽ ബീറ്റ കിട്ടും. ബാക്കി 1/2 h കട്ട് ഒമേഗ ആയി വരും. ഓക്കെ, പ്ലസ് അല്ല മൈനസ് summation I is equal to 1 to 3n dou by dou beta of log 1 minus e raised to beta h cut omega ആയി വരും. okay so which will be equal to 50 plus summation I is equal to 1 to 3n 1/2 h cut omega I minus summation I is equal to 1 to 3n. ഇതിന് with respect to beta differentiate ചെയ്യാം. So log നെ ചെയ്യുമ്പോൾ 1/1 minus e raised to minus beta h cut omega ആയി വന്നു. ഓക്കെ, now എന്തുവരും? ഇതിനിട്ട് ചെയ്യാം. അതിന് ചെയ്യുമ്പോൾ എന്തുവരും? മൈനസ് e raised to minus beta h cut omega ആയി വന്നു. ഓക്കെ, now ബീറ്റന് വിത്ത് റെസ്പെക്ട് ആണ് ചെയ്യുന്നത്. സോ മൈനസ് h cut omega ആയി വരും. ഓക്കെ, സോ മൈനസ് h cut omega ആയി വരും. ഓക്കെ, സോ which will be equal to 50 plus summation I is equal to 1 to 3n 1/2 h cut omega I മൈനസും കൂടി പ്ലസ് ആയിട്ട് പോയി. ബാക്കി എന്ത് വരും? ബാക്കി ഒരു e raised to minus beta h cut omega I summation I is equal to 1 to 3n divided by denominator 1 minus e raised to minus beta h cut omega I പിന്നെ ഒരു എന്തുണ്ട്? h cut omega I ഉണ്ട്. ഓക്കെ, which will be equal to 50 plus summation I is equal to 1 to 3n 1/2 h cut omega I. എന്താ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലും താഴത്തും e raised to minus beta h cut omega ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ന്യൂമറേറ്റർ എന്ത് വരും? ന്യൂമറേറ്റർ summation I is equal to 1 to 3n. സോ ന്യൂമറേറ്റർ എന്തായിട്ട് പോകും? ന്യൂമറേറ്റർ 1 ആയിട്ട് പോകും. ഡിവൈഡ് ബൈ ഇവിടെ 1/e raised to minus beta h cut omega ആയി വരും. അതെന്താവും? e raised to beta h cut omega ആയി വരും. ഇവിടെ എന്ത് വരും? -1 വരും. ഓക്കെ, പിന്നെ h cut omega ആയി ഉണ്ട്. ആ h cut omega ആയിനെ ഇവിടെ എഴുതി. ഓക്കെ, സോ therefore നമ്മൾ ഇന്റേണൽ എനർജി എന്ത് കിട്ടും? ഇന്റേണൽ എനർജി u is equal to 50 plus summation I is equal to 1 to 3n
1/2 h cut omega I plus summation I is equal to 1 to 3n h cut omega I divided by e raised to beta h cut omega I minus 1 കിട്ടും. Okay, let's put this term in bracket. Okay, so ഇതാണ് നമുക്ക് കിട്ടുന്നുണ്ട് ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ദി മിനിമം പൊട്ടൻഷ്യൽ എനർജിയും ഈ 1/2 h cut omega എന്ന് പറഞ്ഞാൽ എന്താ, 1/2 h cut omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the 0 point energy. Harmonic oscillator 0 point energy ആണ് എന്ത്, ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സമ്മേഷനുള്ള കാരണം ദിസ് ഈസ് ദി collection of or the sum of all the 0 point energy of the all the oscillators. എല്ലാ ഓസിലേറ്റേഴ്സിന്റെയും എന്താണ് 0 point എനർജിയുടെ സം ആണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഇതെന്താണ്, മിനിമം എനർജി ആണ്. ഓക്കെ, ആൻഡ് ദിസ് ടേം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി. ഓക്കെ, ദിസ് ടേം ഈസ് ഇൻഡിപെൻഡന്റ് of t, temperature depend ചെയ്യാതെ, കാരണം ഇത് 0 point എനർജി, ഇത് മിനിമം എനർജി ആണ്. സോ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഏത് മാത്രമേ ഉള്ളൂ, ഈ സെക്കൻഡ് ടേം മാത്രമേ ഉള്ളൂ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉള്ളൂ. ഓക്കെ, ബാക്കി ടേം ഫസ്റ്റ് ടേം എന്ത് ചെയ്യണില്ല, ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, സോ സി വി ഇസ് ഈക്വൽ ടു സ്പെസിഫിക് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്പെസിഫിക് കാണുമ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം മാത്രം മതി. സോ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ആണ് എന്താ പറയാ, നമ്മൾ സി വി എന്ന് പറയാം. സോ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം സെക്കൻഡ് ടേം മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ടേമിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് summation I is equal to 1 to 3n h cut omega I divided by e raised to beta h cut omega I minus 1. Okay, so എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ summation I is equal to 1 to 3n h cut omega നെ കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുത്തു. നൗ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിലാണ് ബീറ്റ വരുന്നത്, ബീറ്റയിലാണ് ടി വരുന്നത്. ഓക്കെ, സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1/x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1/x². സോ e raised to beta h cut omega I minus 1 the whole square. ഓക്കെ, നൗ എക്സ്പോണൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ്പോണൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to beta h cut omega I വരും. നൗ ബീറ്റ 1/k ആണ്, 1/kt ആണ്. സോ അതിൽ h cut omega I by k എന്താണ്, കോൺസ്റ്റന്റ് വരും. now 1/t ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1/t² വരും. ഓക്കെ, സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മളെ ഇന്റേണൽ എനർജിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇതിനൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ h ക്രോസ് ഒമേഗ ഉണ്ട്, ഇവിടെ h ക്രോസ് ഒമേഗ ഉണ്ട്. ഓക്കെ, നൗ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്തിട്ട് സി വി ഇസ് ഈക്വൽ ടു ഒരു കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ കെ ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to 3n. സോ കെ ഡിവൈഡ് ചെയ്യണ കെ എന്ത് തോന്നുന്നു, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ എച്ച് ക്രോസ് ഒമേഗ ഐ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. സോ എച്ച് ക്രോസ് ഒമേഗ ഐ ഡിവൈഡഡ് ബൈ കെ ഇവിടെ t² ഉണ്ട്. സോ ടി ദ ഹോൾ സ്ക്വയർ വന്നു. പിന്നെ എക്സ്പോണൻഷ്യൽ ടേം വരുന്നുണ്ട്, e raised to h cut omega by kt, ബീറ്റിന് 1/kt കൊടുത്തു, ഡിവൈഡഡ് ബൈ e raised to h cut omega by kt minus 1 the whole square. ഓക്കെ, ദ ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഇതാണ് നമുക്ക് കിട്ടുന്ന ജനറൽ ആയിട്ടുള്ള സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ ആണ് എന്ത് ചെയ്തത്, നമ്മളിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തത്. ഇവിടെ മൈനസും കൂടിയിട്ട് പ്ലസ് ആയിട്ട് പോയി. ഓക്കെ, ഇതാണ് സോളിഡിന്റെ സ്പെസിഫിക് ഹീറ്റ് ആയിട്ടിന്റെ ഇക്വേഷൻ കിട്ടുന്നത്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗയാണ് പ്രശ്നം. ഓക്കെ, ഈ ഒമേഗയാണ് പ്രശ്നം. അതായത് നമുക്ക് സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഈ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ സോളിഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എല്ലാ ഫ്രീക്വൻസിയിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊക്കെ ഫ്രീക്വൻസിയിലാണോ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഫ്രീക്വൻസി മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് കണ്ടുപിടിക്കണം ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഫ്രീക്വൻസി സ്പെക്ട്രം അറ്റ് വിച്ച് ദി സോളിഡ്സ് വൈബ്രേറ്റ്. ആ സോളിഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി സ്പെക്ട്രം ഏതാണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് രണ്ട് അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്, രണ്ട് ഡിഫറെന്റ് അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഐൻസ്റ്റീൻ അപ്രോച്ച്.
നമുക്ക് ഇതേ കേസ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ ഒന്നും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഈ സീറ്റ് ഒന്നും എന്താ പറയുക, സ്റ്റാറ്റിയുടെ ടേംസിലല്ല, സോളിഡ്സിന്റെ ടേംസിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഐൻസ്റ്റീൻ അപ്രോച്ച്. ഐൻസ്റ്റീൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻ സെഡ് ദാറ്റ് ഓൾ ദി ലാറ്റിസ് ഇൻസൈഡ് എ സോളിഡ്, സോളിഡിനകത്തുള്ള എല്ലാ ലാറ്റിസും വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. Okay, vibrate with the same frequency given by omega is equal to omega e. Okay, omega is equal to omega e എന്ന് പറയുന്ന, omega എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ ഫ്രീക്വൻസി ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, omega is equal to omega e എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഒരു സോളിഡിനകത്തുള്ള എല്ലാ ലാറ്റിസും എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഓക്കെ, സോ ഓൾ ദി ലാറ്റിസ് ഇൻസൈഡ് ദ സോളിഡ് വൈബ്രേറ്റ് വിത്ത് സെയിം ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞത്, നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സി ഇവിടെ ഇക്വേഷൻ എടുക്കാം. സോ സി വി ഇസ് ഈക്വൽ ടു എന്ത് വരും, കെ ഇൻറ്റു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to 3n എച്ച് കട്ട് ഒമേഗ ഐന് വരെ കൊടുക്കാം, എച്ച് കട്ട് ഒമേഗ ഐ, കാരണം എല്ലാവരും ഒരേ ഫ്രീക്വൻസിയിലാണല്ലോ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 ഒക്കെ എന്താണ്, സെയിം ആണ് വരിക. സോ ഒമേഗ ഇ ഡിവൈഡഡ് ബൈ കെ ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എച്ച് കട്ട് ഒമേഗ ഇ ബൈ കെ ടി. Okay, e raised to h cut omega by kt divided by e raised to h cut omega by kt minus 1 the whole square. ഇങ്ങനെ കിട്ടും. ഓക്കെ, നൗ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ 1 to 3 നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് ഫസ്റ്റ് ഓസിലേറ്റർ, സെക്കൻഡ് ഓസിലേറ്റർ, തേർഡ് ഓസിലേറ്റർ, അങ്ങനെ ഓരോ ഓസിലേറ്ററിനും എന്ത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആകണ്ടായിരുന്നത് ഒമേഗ ആയിരുന്നു. ഒമേഗ ഓരോ ഓസിലേറ്ററും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞു എല്ലാ ഫ്രീക്വൻസി സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമില്ല. സോ നമ്മൾ ഫസ്റ്റ് ഓസിലേറ്റർ എടുത്തു കഴിഞ്ഞാലും ഇതേ ഫ്രീക്വൻസി, ഇതേ സി വി തന്നെ കിട്ടും. സെക്കൻഡ് ഓസിലേറ്റർ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ കിട്ടും. തേർഡ് ഓസിലേറ്റർ എടുത്താലും ഇതിന് കിട്ടും. അപ്പോൾ നമ്മൾ 3n ടൈംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 3n ഇൻറ്റു ഈ ടേം ആണ് കിട്ടുക, അല്ലേ? നമ്മൾ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഈ ടേം കിട്ടും, അതായത് കെ ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗ ഈ ടേം കംപ്ലീറ്റ് കിട്ടും. 3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ 3, അതായത് ഇതേ പ്ലസ് ഇത്, അതായത് 3 ഇൻറ്റു ഇതേ ടേം കിട്ടും. അപ്പോൾ 3n ടൈംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സി വി സിക്വൽ എന്ന് കിട്ടും. സി വി സിക്വൽ ടു 3n ഇൻറ്റു പിന്നെ ബാക്കി സാധനം കെ സമ്മേഷൻ പോയി എച്ച് ക്രോസ് ഒമേഗ ഇ ബൈ കെ ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ എച്ച് ക്രോസ് ഒമേഗ ഇ ബൈ കെ ടി ഡിവൈഡഡ് ബൈ e raised to h cross omega e by kt minus 1 the whole square. ഓക്കെ, അപ്പോൾ നമ്മൾ 3n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, ഒരു 3n ഫ്രണ്ടിലേക്ക് വരുന്നുള്ളൂ. കാരണം 2 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 വരും, 3 വട്ടം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 വരും. 3n ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3n ഇൻറ്റു 1 എന്ത് വരും, ഈ ടേം വരും. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ടേംസുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ സി വി സിക്വൽ നമുക്ക് എന്തെത്തി, 3nk ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗ ഇ ബൈ കെ ടി ദ ഹോൾ സ്ക്വയർ എക്സ്പോണൻഷ്യൽ എച്ച് ക്രോസ് ഒമേഗ ഇ ബൈ കെ ടി ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ എച്ച് ക്രോസ് ഒമേഗ ബൈ കെ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നുകൊണ്ട് കിട്ടി. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സി വി is equal to 3nk ഇൻറ്റു ബാക്കിയുള്ള കംപ്ലീറ്റ് ടേമിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഇ ഓഫ് എക്സ് എന്ന് കണ്ടു കൊടുക്കുകയാണ്. ഇ ഓഫ് എക്സ് കണ്ടു കൊടുക്കുക, വേർ ഇ ഓഫ് എക്സ് ഈസ് നോൺ ആസ് the Einstein function. E of x is known as the Einstein function. E of x നെ നമ്മൾ ഐൻസ്റ്റീൻ ഫംഗ്ഷൻ വിളിക്കുക. E of x ൽ എന്താ വരിക, ബാക്കി കംപ്ലീറ്റ് ടേംസുകളാണ് വരിക. ഓക്കെ, which will be equal to e h cross omega e by kt ക്ക് ഞാൻ x എന്ന് കൊടുക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഇവിടെ x സ്ക്വയർ വരും, x സ്ക്വയർ e raised to x divided by ഇവിടെ എന്ത് വരും, e raised to x minus 1 the whole square. E raised to x minus 1 the whole square. Okay, where x is equal to എന്താണ്, h cross omega e by kt. h cross omega e by kt ആണ് എന്ത് വരുന്നത്, x ആയിട്ട് കൊടുക്കുന്നത്. സോ സി വി എന്ത് കിട്ടി നമുക്ക്, 3nk ഇൻറ്റു ഐൻസ്റ്റീൻ ഫംഗ്ഷൻ, അതിൽ x എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് വരിക. ഇതിൽ ഈ h ക്രോസ് ഒമേഗ ഇ ബൈ കെ നെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, നമുക്ക് തീറ്റ ഇ എന്ന് കൊണ്ട് കൊടുക്കാം. സോ x is equal to കിട്ടും theta e by t, where theta e is known as the Einstein temperature. Okay, theta e നെ നമ്മൾ വിളിക്കാം, നമ്മൾ ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, സ്പെസിഫിക് ഹീറ്റ് സി വി is equal to 3nk into e raised to x e of x പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x സ്ക്വയർ e raised to x divided by e raised to x minus 1 the whole square. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ
CV by 3nk എന്ത് വരും അപ്പോൾ CV by 3nk എന്ത് വരും CV by 3nk will be is equal to E of x വരും which is x square e raised to x divided by e raised to x minus 1 the whole square നമുക്ക് കിട്ടും okay now നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം that is CV by 3nk versus t by theta okay t by theta തമ്മിലുള്ള എന്ത് ചെയ്യാം നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം